നമസ്കാരം. മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത താരമാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ വിയോഗം മലയാളികൾക്ക് ഇന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെയാണ്. കുടുംബക്കാർക്ക് ആർക്കും തന്നെ ആ വിയോഗം താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. അപ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിരുന്നു. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. അതിന് കാരണം സുനിൽ സ്വാമിയായിരുന്നു. അദ്ദേഹത്തെ ആരാണ് അവിടേക്ക് ക്ഷണിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ജീവിച്ചിരുന്ന കാലത്ത് ആൾദൈവങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്ന ആളാണ് ശ്രീനിവാസൻ. ദൈവവിശ്വാസമില്ലെങ്കിലും ഭാര്യ വിമലയുടെ ആഗ്രഹത്തിനെല്ലാം പിന്തുണ അറിയിക്കാറുണ്ട് അദ്ദേഹം. മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തിയാവണം അദ്ദേഹത്തെ യാത്ര അയക്കേണ്ടതെന്ന് തീരുമാനിച്ചതും വിമല ടീച്ചറായിരുന്നു. പൂജാരികളെയൊക്കെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം സുനിൽ സ്വാമി ആ കർമ്മം സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. കുടുംബാംഗങ്ങളാരും അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല ആ ചടങ്ങിലേക്ക്. ശ്രീനിവാസന്റെ അന്ത്യചടങ്ങിന് സുനിൽ സ്വാമി നേതൃത്വം നൽകിയത് വിവാദമായിരുന്നു. കുപ്രസിദ്ധനായ ഇദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെ പോലൊരാൾക്ക് അന്ത്യയാത്ര നൽകുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ. തട്ടിപ്പ് വീരനായ സുനിൽ സ്വാമി എങ്ങനെയാണ് അവിടേക്ക് എത്തിയതെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. അദ്ദേഹം ആരാണെന്ന് ചേച്ചിക്ക് പോലും അറിയില്ലായിരുന്നു. അങ്ങേയറ്റം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ചേച്ചിക്കോ മക്കൾക്കോ അദ്ദേഹത്തെ തിരിച്ചറിയാനായില്ലെന്നായിരുന്നു കുടുംബത്തോട് അടുപ്പമുള്ളവർ പ്രതികരിച്ചത്. സഞ്ജയന ചടങ്ങിൽ പോയപ്പോൾ തന്നോടും വിമല ഇതേക്കുറിച്ച് സംസാരിച്ചതായി ശ്രീകണ്ഠൻ നായർ പറയുന്നു. 24 ന്യൂസിലൂടെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. ശ്രീനിവാസന്റെ കുടുംബത്തിന്റെ അനുമതിയോടെയാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. സഞ്ജയന ദിവസം ഞാനും ശ്രീനിയേട്ടന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവരെ എല്ലാം ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാനായിരുന്നു പോയത്. വിമല ചേച്ചിയുമായി കുറെ നേരം സംസാരിച്ചിരുന്നു. ശ്രീനിയേട്ടന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ആരും ക്ഷണിക്കാതെയായിരുന്നു സുനിൽ സ്വാമി അവിടേക്ക് എത്തിയത്. പൂജയുടെയും കർമ്മത്തിന്റെയും കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു പുള്ളി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജയിലിലായിരുന്നു സുനിൽ സ്വാമി. അദ്ദേഹം അവിടെ വന്നത് പല സിനിമാക്കാരെയും വേദനിപ്പിച്ചിരുന്നു. എന്നാൽ മരണത്തിന്റെ വേദനയിലും നിസ്സഹായതയിലും നിൽക്കുന്നവരുടെ ഇടയിലേക്കാണ് സുനിൽ സ്വാമി ഇടിച്ചു കയറിയത്. ഗുരുവിന്റെ പ്രാർത്ഥനയടക്കം വിനീതനെ കൊണ്ട് ചടങ്ങുകളെല്ലാം ചെയ്യിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. പൂജാരിമാരെയൊക്കെ അവിടേക്ക് വിളിപ്പിച്ചിരുന്നു. അവരെല്ലാം പിന്തുണക്കൊണ്ടാണ് സുനിൽ സ്വാമി നേതൃത്വം സ്വയം ഏറ്റെടുത്തത്. അകത്തെ ചടങ്ങുകൾ നിയന്ത്രിച്ച അവരായിരുന്നു. ആൾദൈവങ്ങളെ എതിർത്ത ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ വരെ അത് പ്രകടവുമായിരുന്നു. ശ്രീനിയേട്ടന്റെ അവസാന ചടങ്ങുകളെക്കുറിച്ച് പറയുന്നതിനിടയിൽ എനിക്കും അമ്പരപ്പായിരുന്നു ഇതാരാണ് സുനിൽ സ്വാമി അവിടേക്ക് ക്ഷണിച്ചത് എന്ന കാര്യത്തിൽ. ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഈ സ്വാമിയെ അടിച്ചു വെളിയിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. ദൈവം നിന്റെ സായുജ്യം പരമാത്മാവിന് ഏകണേ എന്ന പ്രാർത്ഥന അവിടെ കൂടിയവരെല്ലാം ഏറ്റുചൊല്ലിയിരുന്നു. കുടുംബത്തിലെ ഒരാളും വിളിക്കാതെ അവിടേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു സുനിൽ ദാസ് എന്ന സുനിൽ സ്വാമി. തട്ടിപ്പ് കേസുകളിലടക്കം നിരവധി കേസുകളുണ്ട്. നിരവധി തവണ ജയിലിലും കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖരുടെ സംസ്കാര ചടങ്ങുകൾ വരെ തട്ടിപ്പിനുള്ള വേദിയാക്കുകയായിരുന്നു സുനിൽ. സുനിൽ സ്വാമിയുടെ പ്രാർത്ഥനകളൊന്നും വിനീതോ ധ്യാനോ ഏറ്റുചൊല്ലിയിരുന്നില്ല. ഇടയ്ക്ക് പോടോ എന്ന് ധ്യാൻ അദ്ദേഹത്തെ പറഞ്ഞിരുന്നു. എന്നിട്ടും സുനിൽ അവിടെ നിന്നും പോയിരുന്നില്ല. സുനിലിനെ അവിടെ നിന്നും പുറത്താക്കാനും പ്രതികരിക്കാനും പലരും തയ്യാറായിരുന്നുവെങ്കിലും ശ്രീനിവാസനെ ഓർത്ത് മാത്രമാണ് പിൻവാങ്ങിയത്. വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് സുനിൽ സ്വാമി ആ ചടങ്ങിലേക്ക് വന്നത്. ക്ഷണിക്കപ്പെട്ട പൂജാരികളെ പോലും തട്ടിമാറ്റി ആ ചടങ്ങിന് നേതൃത്വം കൊടുക്കുകയെന്ന ലക്ഷ്യം നിറവേറ്റുകയായിരുന്നു ചെയ്തത്. അതാവട്ടെ ആ കുടുംബത്തിന് വലിയ വേദനയാണ് നൽകിയത്. ധ്യാൻ പോടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അയാളുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതിന്. ഇയാൾക്കുള്ളത് ധ്യാൻ തന്നെ കൊടുത്തോളും. അത്രയേറെ തകർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ആ സമയത്ത് പ്രതികരണം വരെ വരാതെ ഇരുന്നത്. ആരും വിളിക്കാതെ വന്നയാളാണോ ശ്രീനിവാസനോട് കാണിച്ച ആദരവായിപ്പോയി. ധ്യാനിന്റെ നോട്ടത്തിൽ അയാൾ പതർന്നത് കണ്ടിരുന്നു തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. ഞങ്ങൾ ആരും അറിയാതെയാണ് അദ്ദേഹം വന്നതെന്ന് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചതായി മാധ്യമപ്രവർത്തകനും കുടുംബത്തോട് അടുപ്പമുള്ള ആളുമായ ഹൈദരലിയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം അടുത്തതായി അകത്തിടേണ്ട ആൾദൈവങ്ങളിലൊന്ന് സുനിൽ സ്വാമിയാണെന്ന് നേരത്തെ ശ്രീനിവാസൻ പറഞ്ഞിരുന്നുവെന്ന് ജി പ്രേംലാലും പറഞ്ഞു. ഫേസ്ബുക്കിലിടെയായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് തുറന്നെഴുതിയത്. ഒരിക്കൽ ശ്രീനിയേട്ടനൊപ്പം കണ്ടനാട്ടെ വീട്ടിൽ ഇരിക്കുമ്പോൾ കേരളത്തിൽ പെരുകി വരുന്ന ആൾദൈവങ്ങൾ സംസാര വിഷയമായി. 2008 VSന്റെ കാലത്ത് സന്തോഷ് മാധവനിൽ തുടങ്ങി ചില ആൾദൈവങ്ങളെ പിടിച്ചകത്തിട്ട ധീരത പിന്നീട് വന്ന ഗവൺമെന്റുകളൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് നാട്ടിൽ വീണ്ടും ആൾദൈവങ്ങളുടെ ചാകരയെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞു. മതങ്ങളെയും വിശ്വാസ കച്ചവടത്തെയും ഒക്കെ മുൻനിർത്തി ഒരു സിനിമ ശ്രീനിയേട്ടൻ എഴുതണമെന്ന് ഞാനും പറഞ്ഞു. ഒരു താരതമ്യം നടത്താൻ പറ്റുന്ന ഒരു ബാക്ക്ഡ്രോപ്പിൽ കഥ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ശ്രീനിയേട്ടൻ പറഞ്ഞപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ പോലെ മതവിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുന്ന രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അത് കൊള്ളാമല്ലോ എന്ന് ശ്രീനിയേട്ടൻ ചിരിച്ചു. അന്ന് സംഭാഷണ മധ്യേ പിടിച്ച് അകത്തിടേണ്ടവരും അകത്തിടപ്പെട്ടവരുമായ ആൾദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കടന്നുവന്ന ഒരു പേരാണ് മുതലമടയിലെ സുനിൽ സ്വാമി. വർഷങ്ങൾക്ക് ശേഷം തന്റെ സംസ്കാര ചടങ്ങിൽ അതേ വ്യക്തി കാർമികരെ പോലെ അരങ്ങേറുമെന്ന് ശ്രീനിയേട്ടൻ സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. അന്ന് അവിടെ ദൃക്സാക്ഷിയായി നിൽക്കുമ്പോൾ ശ്രീനിയേട്ടൻ എഴുതാതെ പോയ ഏറ്റവും ട്രാജിക്കായ ഒരു സോഷ്യൽ സറ്റയർ രംഗം പോലെ ആ കാഴ്ച അനുഭവപ്പെടുകയുണ്ടായി. ശ്രീനിയേട്ടന്റെ ഏറ്റവും വലിയ സ്നേഹവും വിശ്വാസവും വിമല ചേച്ചിയായിരുന്നു. എന്നോടുള്ള ഇവളുടെ സ്നേഹം കാണുമ്പോൾ ഇവളെ പോലെ ഒരെണ്ണത്തെ കൂടി കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്.
ഇരട്ടി സ്നേഹം കിട്ടുമല്ലോ. പ്രേംലാലും കാര്യമായൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ശ്രീനേട്ടൻ ഉറക്കെ ചിരിച്ചു. ഒരു ദിവസം സ്വയം ഒരാളെ ഇതുവരെ അന്വേഷിച്ചു കിട്ടാത്ത പ്രേംലാലാണ് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് വേണ്ടി പെണ്ണന്വേഷിക്കാൻ നടക്കുന്നതെന്ന് വിമല ചേച്ചി എന്നെയും ചേർത്ത് പകരം ട്രോളി. മറ്റൊരിക്കൽ ഞാനും ശ്രീനേട്ടനും അകത്തിരിക്കുമ്പോൾ ഒരു അമ്പലത്തിലെ പറയെടുപ്പോ മറ്റോ പുറത്തു വന്നു. അത് കഴിഞ്ഞ് വിമല ചേച്ചി അകത്തു വന്ന് ശ്രീനേട്ടന്റെ നെറ്റിയിൽ പ്രസാദം തൊടുവിച്ച് അടുക്കളയിലേക്ക് പോയി. ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് കണ്ട് ശ്രീനേട്ടൻ പറഞ്ഞു, മായ്ച്ചു കളയാൻ വയ്യ, വിമല തൊട്ടതല്ലേ. 15 വർഷത്തെ സൗഹൃദത്തിനിടയിൽ നൂറുകണക്കായ അവസരങ്ങളിൽ ശ്രീനേട്ടനോടൊപ്പം ഇരുന്ന് രാഷ്ട്രീയവും മതങ്ങളും ആൾദൈവങ്ങളും അന്ധവിശ്വാസങ്ങളും മലയാളികളുടെ കാപട്യങ്ങളും പുരോഗമന നാട്യങ്ങളുമൊക്കെ ഹാസ്യാത്മകമായി വിമർശിക്കപ്പെട്ട അതേ അകത്തളത്തിൽ മരണാനന്തര ചടങ്ങുകളിലെ നിരർത്ഥകതയെക്കുറിച്ച് പറഞ്ഞ് ഉറക്കെ ചിരിച്ചിട്ടുള്ള അതേ ശ്രീനേട്ടന്റെ അവസാന ചടങ്ങിൽ മന്ത്രങ്ങളും കർമ്മങ്ങളും അരങ്ങേറുമ്പോൾ അവിടെയും ഞാൻ കാതിൽ ശ്രീനേട്ടനെ ചെറുചിരിയോടെ പിന്തുണയോടെ കേട്ടു. വിമലയുടെ ഇഷ്ടമല്ലേ, നടക്കട്ടെ. വെള്ള പൊതിച്ച് സുനിൽ സ്വാമി ശ്രീനേട്ടന് ചുറ്റും നിറഞ്ഞാടുന്നത് കണ്ടുകൊണ്ട് വിൽക്കുമ്പോൾ ആദ്യം ഞാൻ കരുതിയത് അതും വിമല ചേച്ചിയുടെ ഇഷ്ടമെന്നാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അതങ്ങനെയല്ലെന്ന്. യഥാർത്ഥത്തിൽ ഇത്തരം മനുഷ്യരെ ശ്രീനേട്ടൻ മുമ്പേ മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന് അവകാശപ്പെട്ട് മൃതശരീരം ഏറ്റെടുക്കാൻ മത്സരിച്ച് ഇടിച്ചു കയറി വരുന്ന രാഷ്ട്രീയക്കാരെ സന്ദേശത്തിൽ നാം കണ്ടതാണല്ലോ. ഇത് രാഷ്ട്രീയക്കാരനായിരുന്നില്ല, മറിച്ച് ഒരു ഫ്രോഡ് സ്വാമിയായിരുന്നു എന്ന് മാത്രം. താൻ എഴുതിയ പഴയ രംഗത്തിലെ കഥാപാത്രങ്ങളെ വെച്ചുമാറി മൂകസാക്ഷിയായി കിടന്നു തന്റെ അവസാന രംഗത്തിൽ ശ്രീനേട്ടൻ. ലോകത്തെ സ്വയം ട്രോളിയും ഒരു ജീനിയസിന്റെ സറ്ററിക്കൽ ലാസ്റ്റ് ഷോട്ട് എന്നായിരുന്നു കുറിപ്പ്.